ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബ്രോലി എന്ന കഥാപാത്രം ആരാണെന്നും ഡ്രാഗൺ ബോൾ സീരീസിൽ തന്നെ ബ്രോലി എന്ന കഥാപാത്രത്തിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട് എന്നും തുടങ്ങി ബ്രോലിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഡ്രാഗൺ ബോൾസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് രണ്ട് ബ്രോലിയെ കാണാൻ സാധിക്കും. അതിലൊന്ന് ഡ്രാഗൺ ബോൾ സി ബ്രോലിയും മറ്റൊന്ന് ഡ്രാഗൺ ബോൾ സൂപ്പർ ബ്രോലിയും. എന്നാൽ ഡ്രാഗൺ ബോൾ സി ബ്രോലി എന്നത് നോൺ കാനോൺ ആയിട്ടാണ് കാണിച്ചു തന്നത്. അതായത് മെയിൻ ടൈം ലൈനുമായി ബന്ധമില്ലാതെ അല്ലെങ്കിൽ മെയിൻ സ്റ്റോറിയുമായി ഇതിനൊരു കണക്ഷനും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ സി ബ്രോലിയെ പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല. പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം ഡ്രാഗൺ ബോൾ സൂപ്പർ സീരീസ് അവസാനിച്ച് അതിന്റെ കണ്ടിന്യൂ ആയിട്ടാണ് ആദ്യമായിട്ട് ബ്രോലിയെ നമുക്ക് കാനോൺ ആയിട്ട് കൊണ്ടുവരുന്നത്. ഡ്രാഗൺ ബോൾ സൂപ്പർ ബ്രോലി എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലൂടെയാണ് നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ ആദ്യമായിട്ട് കാണിച്ചു തന്നത്. അതായത് ടൂർണമെന്റ് ഓഫ് പവർ കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ മോറോ ആർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ തൊട്ട് മുൻപുമായിട്ടാണ് ഈ ഒരു ബ്രോലിയുടെ മൂവി ഇറങ്ങിയിട്ടുള്ളത്. ഇനി ആരാണ് ബ്രോലി, ബ്രോലിയുടെ ഒറിജിനും പല പവേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ പ്ലാനറ്റ് വെജീറ്റ ഫ്രീസ ഡിസ്ട്രോയ് ചെയ്ത സമയത്ത് അതിൽ നിന്ന് 4 സെയിൻസ് മാത്രമാണ് രക്ഷപ്പെട്ട് ഇപ്പോഴും ജീവനോടെ ഉള്ളത്. അതിൽ നാപ്പ, റാഡിക്സ്, വെജീറ്റ, ഗോക്കു 4 പേരാണ് ഉള്ളത്. എന്നാൽ ആരും അറിയാതെ ഇപ്പോഴും 2 സെയിൻസ് മറ്റൊരു സ്ഥലത്ത് ജീവിച്ചു വരുന്നുണ്ട്. അവരാണ് നമ്മുടെ ബ്രോലിയും ബ്രോലിയുടെ ഫാദർ ആയിട്ടുള്ള പാരഗസും. പ്ലാനറ്റ് വെജീറ്റ നശിക്കുന്നതിന് മുമ്പ് ഇവർ രണ്ടുപേരും എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പ്രധാന കാരണം നമ്മുടെ കിങ് വെജീറ്റയാണ്. അതായത് കിങ് വെജീറ്റയുടെ മകനായിട്ടുള്ള പ്രിൻസ് വെജീറ്റ ജനിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ ബ്രോലിയും ജനിക്കുന്നത്. ഈ ഒരു സമയം ഇവരുടെ ടെക്നോളജി അത്രയധികം ഡെവലപ്പ് ആയതുകൊണ്ട് പുറത്തേക്ക് വരാനായ കുട്ടികളുടെ പവേഴ്സ് ഒക്കെ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഓരോ കുട്ടി സെയ്യൻസിന്റെയും പവർ ലെവൽ മനസ്സിലാക്കിയാണ് ഇവർ അവൻ ഒരു ലോ ക്ലാസ് സെയ്യനാണോ അതോ ഒരു ഹൈ ക്ലാസ് സെയ്യനാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രിൻസ് വെജീറ്റയെ റിസർച്ച് ചെയ്യുന്ന സമയത്താണ് മറ്റുള്ള കുട്ടി സയൻസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രിൻസ് വെജീറ്റയ്ക്ക് അത്രയധികം പവർ ലെവൽ കൂടുതലാണ്. ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ കിങ് വെജീറ്റ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള മറ്റൊരു കുട്ടിയുടെ പവർ റിസർച്ച് ചെയ്യുന്നത് കിങ് വെജീറ്റ കാണുന്നു. ആ ഒരു കുട്ടിക്ക് നമ്മുടെ പ്രിൻസ് വെജീറ്റയേക്കാൾ പവർ ലെവൽ കൂടുതലാണ്. അത് മറ്റാരുമല്ല നമ്മുടെ ബ്രോലിയാണ്. അതായത് നമ്മുടെ ബ്രോലി എന്ന് പറയുന്നത് മറ്റുള്ള കുട്ടികളെക്കാൾ അതായത് പ്രിൻസ് വെജീറ്റയേക്കാൾ പവർഫുൾ ആയിട്ടാണ് താൻ ജയിച്ചത്. അങ്ങനെ കിങ് വെജീറ്റ പറയും തന്റെ മകനേക്കാൾ പവർഫുൾ ആയിട്ട് ബ്രോലി വന്നാൽ അത് ശരിയാകില്ല. കാരണം കിങ് വെജീറ്റയുടെ താഴെ നിൽക്കുന്ന ഒരാളാണ് പാരഗസ്. അവന്റെ മകന് എന്റെ മകനേക്കാൾ പവർഫുൾ ആകുന്നത് നമ്മുടെ കിങ് വെജീറ്റയ്ക്ക് ഒരു അപമാനം പോലെയാണ്. ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ കിങ് വെജീറ്റ ബ്രോലിയെ മറ്റൊരു പ്ലാനറ്റിലേക്ക് നാട് കടത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇതറിഞ്ഞ പാരഗസ് കിങ് വെജീറ്റയുടെ അടുത്തെത്തി എന്തിനാണ് എന്റെ മകനെ ഇങ്ങനെ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം ഇവിടെ കിങ് വെജീറ്റ പറയുന്നത്. നിന്റെ മകൻ ഒരു സാധാരണ കുട്ടിയല്ല, 1000 വർഷങ്ങൾക്കിടയിൽ ജനിക്കുന്ന ഒരു ലെജൻഡറി സെയ്യൻ. അവൻ ജനിച്ച് ഇവിടെ വളർന്നു വരുമ്പോഴേക്കും ഈ ഒരു സമയം മറ്റുള്ള സെയ്യൻസിനെ തന്നെ അവൻ ഇല്ലാതാക്കി കളയും. എന്നാൽ പാരഗസ് ഇത് വിശ്വസിക്കില്ല. നീ കള്ളം പറയുകയാണ്, നിന്റെ മകനേക്കാൾ എന്റെ മകന്റെ പവർ ലെവൽ അധികമായതുകൊണ്ടാണ് നീ ഇത് ചെയ്യുന്നത്. എന്നാൽ ഞാനും എന്റെ മകനും ഒരു നാൾ തിരിച്ചു വന്ന് റിവഞ്ച് എടുക്കുമെന്ന് പറഞ്ഞ് പാരഗസും മറ്റൊരു സെയ്യനും സ്പേസ്ഷിപ്പ് എടുത്ത് ഏതു പ്ലാനറ്റിലാണോ ബ്രോലിയെ അയച്ചത് ആ ഒരു പ്ലാനറ്റിലേക്ക് പോകുന്നു. അങ്ങനെ പാരഗസ് ആ ഒരു പ്ലാനറ്റിൽ ഇറങ്ങിയപ്പോൾ തന്റെ സ്പേസ്ഷിപ്പ് അവിടെ ഡാമേജ് ആകുന്നു. കൂടാതെ ആ ഒരു പ്ലാനറ്റിലാണെങ്കിൽ കുറച്ച് മോൺസ്റ്റേഴ്സ് അല്ലാതെ വേറെ ആരുമില്ല. അങ്ങനെ അതിനുശേഷം അവർ എങ്ങനെയൊക്കെ ബ്രോലിയെയും കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ ആ ഒരു പ്ലാനറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രോലിയും പാരഗസും മാത്രമേ ഉള്ളൂ. അതിനുശേഷമാണ് ഫ്രീസ പ്ലാനറ്റ് വെജീറ്റ ഡിസ്ട്രോയ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതായത് കിങ് വെജീറ്റ ആ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബ്രോലിയും പാരഗസും ഇപ്പോഴും ജീവനോടെ ഉണ്ടാകില്ല. അതിനുശേഷം ഒരുപാട് വർഷം കഴിഞ്ഞ് ഫ്രീസയുടെ ത്തിലുള്ള ലെമോയും ചീരയും ബ്രോലിയുടെ ആ ഒരു പ്ലാനറ്റിലേക്ക് ഇറങ്ങുന്നു. അവരിവിടെ ഇറങ്ങി ഓരോന്നൊക്കെ റിസർച്ച് ചെയ്യാൻ തുടങ്ങും. എന്നാൽ ഇത് കാണുന്ന പാരഗസ് ആണെങ്കിൽ നമ്മളെ ആരോ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണെന്ന് കരുതി അവരുടെ അടുത്തേക്ക് പോകും. അങ്ങനെ ഈ സമയമാണ് ആദ്യമായിട്ട് വലുതായിട്ടുള്ള ആ ഒരു ബ്രോലിയെ കാണിക്കുന്നത്. ആ ഒരു ബ്രോലി വരുന്ന സീനൊക്കെ വേറെ ലെവലിലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ബ്രോലിയെ കാണുന്ന ആ ഒരു 2 പേരും ഹാപ്പി ആകുന്നു. കാരണം ബ്രോലിയുടെ പവർ ലെവൽ സെൻസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്കൗട്ടറിന് സെൻസ് ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറമാണ് ബ്രോലിയുടെ പവർ ലെവൽ. അപ്പോൾ ഇതുപോലുള്ള പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ഫ്രീസയുടെ കൂട്ടത്തിൽ ഇവർ ചേർത്ത് കഴിഞ്ഞാൽ അവർക്കൊരു റിവാർഡും കിട്ടും. അങ്ങനെ നമ്മുടെ ചീലയും ലെമോയും ഒന്നും തന്നെ നോക്കാതെ 2 പേരെയും ഫ്രീസയുടെ അടുത്തേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഈ സമയമാണ് നമ്മുടെ ബ്രോലിയുടെ ക്യാരക്ടർ എങ്ങനെയാണ് താൻ വളർന്നു വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചു തരുന്നു. അതായത് നമ്മുടെ ബ്രോലി എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയില്ല. തനിക്ക് ആകെ കൂടെ ഒരു ഫ്രണ്ട് എന്ന് പറയാൻ ഒരു മോൺസ്റ്റർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവന്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോഴും ബ്രോലിയുടെ അടുത്ത് ആ ഒരു ഗ്രീൻ കളറിലുള്ള ഡ്രസ്സ് നമുക്ക് കാണാൻ സാധിക്കും.
സാധിക്കും. കൂടാതെ ആദ്യമായിട്ട് വെള്ളം കാണുന്ന സമയത്തും അതുപോലെ തന്നെ ആദ്യമായി നല്ല ഫുഡൊക്കെ കിട്ടുന്ന സമയത്തും ബ്രോലിയുടെ ആ ഒരു എക്സ്പ്രഷൻ നല്ല രീതിയിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കൂടാതെ തന്റെ ഫാദർ ആയിട്ടുള്ള പാരഗസ് നമ്മുടെ ബ്രോലിക്ക് വേറെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല. എപ്പോഴും ഫൈറ്റ് ചെയ്യണം, അതുപോലെ തന്നെ റിവെഞ്ച് എടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ബ്രോലിയോട് എപ്പോഴും പറയാറ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രോലിക്ക് അത്രയധികം ഫൈറ്റ് ചെയ്യാനും മറ്റും താല്പര്യമില്ല. കൂടാതെ ബ്രോലി വളർന്നു വരുന്ന ആ ഒരു സമയത്ത് ബ്രോലി ഇടയ്ക്കിടയ്ക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ആകുന്നത് മനസ്സിലായി ബ്രോലിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പാരഗസ് ബ്രോലിയുടെ കഴുത്തിൽ ഒരു സംഭവം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ആ ഒരു ബ്രോലി മൂവിയിൽ കണ്ടിട്ടുമുണ്ടാകും. അങ്ങനെ ഫൈനലി നമ്മുടെ പാരഗസും ബ്രോലിയും ഗോകുവും വെജീറ്റയെ കാണുന്നു. കിങ് വെജീറ്റയുടെ മകനായിട്ടുള്ള പ്രിൻസ് വെജീറ്റയാണ് തന്റെ കൺമുന്നിലുള്ളത് എന്ന് മനസ്സിലായി പാരഗസിന്റെ വാക്കുകൾ പ്രകാരം ബ്രോലി വെജീറ്റയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ ബ്രോലി വെജീറ്റ എന്നൊരു ഫൈറ്റ് ഇവിടെ സ്റ്റാർട്ട് ആകും. അതിനുശേഷം പതിയെ ബ്രോലിയും ഗോകുവും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ ഫൈറ്റ് ഒക്കെ പോകുന്ന സമയത്താണ് നമ്മുടെ പാരഗസിന് തന്നെ മനസ്സിലാവുന്നത് കിങ് വെജീറ്റ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, ബ്രോലിയെ ആർക്കും തടയാൻ സാധിക്കില്ല. അതിനുശേഷം സെയ്യൻസിന്റെ പവർ സോഴ്സ് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന നമ്മുടെ ഫ്രീസ പാരഗസിനെ കൊല്ലുകയും ഇതറിയുന്ന ബ്രോലി ആണെങ്കിൽ സൂപ്പർ സൈയനിലേക്ക് മാറുകയും തുടർന്ന് ആ ഒരു ലെജൻഡറി ഫോമിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ ഗോകുവും വെജീറ്റയും ഫ്യൂഷനായി ഗൊജീറ്റയായി മാറേണ്ടി വന്നു. അങ്ങനെ ഈ ഒരു ഫൈറ്റിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ബ്രോലിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു രണ്ട് ക്യാരക്ടേഴ്സ് ഇല്ലേ, അവർ ഡ്രാഗൺ ബോൾ വിഷ് ചെയ്ത് നമ്മുടെ ബ്രോലിയെ പഴയതുപോലെ ആ ഒരു പ്ലാനറ്റിലേക്ക് കൊണ്ടയക്കുന്നു. അപ്പോഴേക്കും ബ്രോലി പഴയതുപോലെ നോർമൽ ആയിട്ട് മാറുന്നുമുണ്ട്. അങ്ങനെ ആ ഒരു ബ്രോലിയുടെ പ്ലാനറ്റിൽ നമ്മുടെ ഗോകു പോവുകയും ഗോകു തന്നെ ഇവിടെ പറയുന്നുണ്ട് ബ്രോലി ശരിക്കും നല്ലവനായിട്ടുള്ള ഒരാളാണ്, പാരഗസിന്റെ ആ ഒരു പാതയിലൂടെ അവൻ പോയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ എത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ ഗോകുവും ബ്രോലിയും ഫ്രണ്ട്സ് ആകുന്നു. അതായത് ഈ ഒരു പറഞ്ഞ സംഭവങ്ങളൊക്കെ ആ ബ്രോലി മൂവിയിൽ എന്താണോ നടന്നത് അത് ഞാൻ ചുരുക്കിയാണ് ഇവിടെ പറഞ്ഞത്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മോറോ ആർക്ക് സ്റ്റാർട്ട് ആകുന്നത്. പിന്നീട് അതിനുശേഷം ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ആ ഒരു ബീസ്റ്റ് ഗോഹാൻ മൂവിയിൽ നമ്മുടെ ബിയറോസിന്റെ പ്ലാനറ്റിൽ ബ്രോലി ട്രെയിനിങ് ചെയ്യുന്ന രീതിയിലും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ടൂർണമെന്റ് ഓഫ് പവർ നടക്കുന്ന സമയത്ത് ബ്രോലി ഉണ്ടായിരുന്നെങ്കിൽ ജെറിനെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നും ഇവിടെ പറയുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ബ്രോലിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോലിയുടെ ഉള്ളിൽ അത്രയധികം പൊട്ടൻഷ്യൽ ഉണ്ട്, എന്നാൽ ആ ഒരു പവർ മുഴുവനായും പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്റെ കൺട്രോളിൽ അത് നിൽക്കുന്നില്ല. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ വിസ്സിന്റെ കൂടെ നമ്മുടെ ബ്രോലി ട്രെയിനിങ് ചെയ്യുന്നത്. വിസ്സിന്റെ കൂടെ എന്ന് പറയാൻ കഴിയില്ല, ഗോകുവും വെജിറ്റയുടെയും കൂടെ എന്ന് വേണമെങ്കിൽ പറയാം. കൂടാതെ ബ്രോലിക്ക് അത്രയധികം പവേഴ്സ് ഉണ്ടെങ്കിലും ബാറ്റിൽ എക്സ്പീരിയൻസ് ഒന്നും കൂടുതലായിട്ടില്ല.